രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാതെ മുഖം രക്ഷിക്കാനാവില്ല എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിലാണ് പാർട്ടി നേതൃത്വം. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ശക്തമായ വാദമാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി പോലീസ് എടുത്തതോടെ പാർട്ടി കടുത്ത നടപടികളിലേക്ക് കടക്കും എന്നാണ് സൂചന. അമൽ തേനമ്പറമ്പിൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. പാർട്ടി കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് കരുതുമ്പോഴും വളരെ ഒരു ഒഴുക്കൻ മട്ടിലാണ് ഇന്നലെ പല നേതാക്കളും പ്രതികരിച്ചത്. കോൺഗ്രസ് എന്തുകൊണ്ട് ശക്തമായൊരു നിലപാട് എടുക്കുന്നില്ല, ശക്തമായൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ല ഇനിയും? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നലെ കോൺഗ്രസിൽ നടന്നത് തിരക്കിട്ട ചർച്ചകളാണ്. രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന വിഷയത്തിൽ ഒരു നിലപാട് ഏകാഭിപ്രായം എടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്നലെ കോടതിയിൽ നിന്നും രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് ഈ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും ജാമ്യാപേക്ഷ തള്ളുന്ന ഒരവസ്ഥയുണ്ടായാൽ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കാം എന്നുള്ളതുമായിരുന്നു ആദ്യ ധാരണ. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം കോടതിയിൽ നിന്നും വന്നില്ല. കോടതി കേസ് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു വിവാദമാണ്. ആ വിവാദം പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള ബോധ്യം നേതാക്കൾക്കുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി രാഹുലിന് അനുകൂലമായൊരു തീരുമാനം പറഞ്ഞാൽ അത് കേൾക്കാതെ അതിന് മുന്നേ തന്നെ പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിച്ച് അബദ്ധത്തിലാവേണ്ട, വിമർശനം കേൾക്കേണ്ടി വരില്ല. ആരോപണം നേരിട്ട ഒരു നേതാവ്, യുവ നേതാവ് എന്ന നിലയിൽ, പാർട്ടിക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കി വെച്ച ഒരു നേതാവ് എന്ന നിലയിൽ ഇപ്പോഴുള്ള പല സ്ഥാനാർത്ഥികൾക്കും ഭവന സന്ദർശനത്തിലടക്കം പലപ്പോഴും പ്രതിരോധിക്കേണ്ടി വരുന്നുണ്ട് രാഹുലിന്റെ കാര്യത്തിൽ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ച ആളെന്നുള്ള നിലയിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കുകയല്ലേ വേണ്ടത്? ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് CPM വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയമാണ്. UDF തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെ അടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ആയുധമായിരുന്നു സ്ഥാനാർത്ഥികൾ വീട് കയറുമ്പോഴുള്ള ആദ്യത്തെ ചോദ്യം. ഒരുപാട് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഒരുപാട് വീടുകൾ ഞാൻ കയറിയതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കയറുമ്പോഴെല്ലാം ആദ്യത്തെ ചോദ്യം ശബരിമലയാണ്, സ്ഥാനാർത്ഥികളോടുള്ള ചോദ്യം. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ നിന്നും രാഹുൽ വിഷയത്തിലേക്ക് തെന്നി മാറിയ ഒരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ വീട് കയറുമ്പോൾ ആദ്യത്തെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ UDF വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. കോടതിയിൽ നിന്നുള്ള തീരുമാനം വരട്ടെ, അതിനുശേഷം ആവാം രാഹുലിൻ്റെ കാര്യത്തിൽ തീരുമാനം എന്നുള്ളതാണ് ഇപ്പോഴും നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇന്നലെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. വാക്കുകൾ ഒന്ന് പങ്കുവെക്കാം. ഇപ്പോൾ അത് എന്നോടല്ല ചോദിക്കണ്ടേ. അതുപോലെ സമാനമായ കേസുകളിൽ ഒരു നടപടി എടുക്കാത്ത കുറേ ആളുകളിവിടെ ഉണ്ട്. അവരുടെ കാര്യം കൂടെ ചോദിക്കും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഈ കാര്യത്തിലെടുത്തത് സമീപകാല കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത നടപടിയാണ്. ഞങ്ങൾ പാർട്ടി കോടതി ഉണ്ടാക്കിയില്ല. ഞങ്ങൾ അതിൻ്റെ രൂക്ഷത അളക്കാനുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്ട്രെയിറ്റ് അവേ ഞങ്ങൾ നടപടിയാണ് സ്വീകരിച്ചത്. നേരത്തെ തന്നെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ കോടതി തീരുമാനം വന്ന ശേഷം ആവാമെന്നൊരു മട്ടിലാണ്. പക്ഷേ കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്ന് ഇന്നലെ മാതൃഭൂമി ന്യൂസിനോട് തന്നെ പറയുകയുണ്ടായി. അമൽ, ഇന്നലെ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന് പുറത്താണെങ്കിലും UDF ചേർന്ന് നടക്കുന്ന KK രമ അടക്കമുള്ള ആളുകൾ അതിശക്തമായ നിലപാടാണ് പ്രഖ്യാപിച്ചത്. രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക മാത്രമല്ല, MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്നൊരാവശ്യം കൂടി ഉന്നയിക്കുന്നു. ഒരു പൊതുപ്രവർത്തന രംഗത്ത് തുടരാൻ രാഹുലിന് അർഹതയില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുന്ന നേതാക്കൾ വരെ ആക്കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പാർട്ടിക്ക് അങ്ങനെയൊരു നിലപാട് പ്രഖ്യാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. രാഹുലിൻ്റെ കാര്യത്തിൽ കൂടുതൽ കൂടിയാലോചനകൾ വേണം എന്നുള്ളതാണ് പാർട്ടി പറയുന്നത്. ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് ആ കേസ് വരുന്നുണ്ട്. അപ്പോൾ ആ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ സംസ്ഥാനത്തെ നേതാക്കൾ ആ വിഷയം കൂടിയാലോചിച്ച് കൂടുതൽ നിലപാടുകൾ പറയും എന്നുള്ളതാണ് ഇന്നലെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറഞ്ഞത്. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഹൈക്കമാൻഡിൻ്റെ തീരുമാനമെല്ലാം KPCCക്ക് വിട്ടിരിക്കുകയാണ്. കേരളത്തിലെ നേതാക്കൾ കൂടിയാലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം പറയട്ടെ എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട്. സോണിയാഗാന്ധിക്കും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എല്ലാം രണ്ടാമത്തെ പരാതി കൃത്യമായി മെയിലായി എത്തിയിട്ടുള്ളതാണ്. അവരെല്ലാം അത് കണ്ടിട്ടുണ്ടാകും. പക്ഷേ ആ വിഷയത്തിൽ ഹൈക്കമാൻഡും ഒരു നിലപാട് പറയുന്നില്ല. KC എല്ലാം എന്തായാലും കേരളത്തിലെ നേതാക്കൾക്ക് വിട്ടിരിക്കുകയാണ്. KCയുടെ പ്രതികരണം കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാമെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്നും മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. ആ കാര്യം പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച്
യുക്തമായ തീരുമാനമെടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. ഇത്തരം വിഷയങ്ങളിൽ അന്തസ്സുയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അന്തസ്സുയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഇവിടുത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും. വെയിറ്റ്. അമൽ, അതാണ് കെ സി വേണുഗോപാൽ പറയുന്നത്. അന്തസ്സുയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സംസ്ഥാനത്തെ നേതാക്കൾ കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നു. ഈ കൂടിയാലോചന തിരക്കിട്ട് ഇന്നലെ നടക്കുകയായിരുന്നു. ഈ കോടതിയെ അടിസ്ഥാനമാക്കി മാത്രം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുക എന്നതിലപ്പുറം കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കുക, കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ വിശ്വാസം ഉറപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടി പാർട്ടി ഈ ഘട്ടത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? ഇന്നലെ രാഹുലിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിൽ ഒരു ധാരണയായതാണ്. പക്ഷേ ആ ധാരണ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം, ആ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ രാഹുലിന് അനുകൂലമായി ഏതെങ്കിലും സാഹചര്യത്തിൽ സാധ്യത വളരെ കുറവാണ് എന്നൊക്കെ നിയമവിദഗ്ധർ പറയുമ്പോഴും രാഹുലിന് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ നടപടിയെ വിമർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള ഈ മാധ്യമങ്ങളിൽ വാർത്ത നൽകുമ്പോൾ അടക്കമുള്ള പ്രതികരണങ്ങൾ അതിരൂക്ഷമാണ്. രാഹുലിന് ഇന്നലെ പാലക്കാട് നമ്മൾ കണ്ടതാണ്. രമേശ് ചെന്നിത്തല പ്രതികരണം നടത്തുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടക്കുന്ന അടക്കമുള്ള അവസ്ഥ ഉണ്ടായതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെ വിമർശിക്കുന്ന നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത്, അത് പ്രതിപക്ഷ നേതാവ് പോലും ആ സൈബർ ആക്രമണത്തിന് വിധേയനായ ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം നടക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി വരികയും അതിനുശേഷം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയും ചെയ്താൽ KPCC നടപടിക്കെതിരെ പാർട്ടിയിൽ നിന്നും രൂക്ഷമായ വിമർശനം ഉണ്ടാകും എന്നൊരു ഭയം KPCCക്ക് നിലവിലുണ്ട്. അതിനാൽ തന്നെ കോടതിയുടെ തീരുമാനം വരട്ടെ, തീരുമാനം വന്ന ശേഷം മാത്രം ഈ നിലപാട് പ്രഖ്യാപിക്കാം എന്നൊരു കാര്യമാണ് ഇന്നലത്തെ ആലോചനയിൽ അവസാന ഘട്ടത്തിലും പാർട്ടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വിഷയം വരികയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇന്നും കോടതിയിൽ നിന്നും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകില്ല. ഇന്നും വാദം കേട്ട ശേഷം കോടതി ഈ വിധി പറയാനായി ഈ വിഷയം മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ പാർട്ടിയുടെ തീരുമാനവും രാഹുലുമായി ബന്ധപ്പെട്ട രാഹുലിനെതിരെയുള്ള നടപടി വിഷയത്തിലെ പാർട്ടിയുടെ തീരുമാനവും അനന്തമായി നീളുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കോടതിയിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇനി സണ്ണി ജോസഫ് എന്താണ് പറയുന്നത് എന്ന് കൂടി നമുക്ക് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? നടപടി സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. അതല്ല പ്രാഥമികത്തിൽ നിന്ന് പുറത്താക്കുക, അങ്ങനത്തെ അത്ര ആലോചിക്കട്ടെ. അങ്ങനെ AICCക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ വല്ല നിർദ്ദേശം ആലോചിച്ച് വളരെ അയഞ്ഞ ഒരു നിലപാടാണ് KPCC പ്രസിഡന്റും എടുത്തത്. നേരത്തെ കൂട്ടി ഒരു നടപടി എടുത്തിട്ടുണ്ടല്ലോ എന്നത്. അപ്പോൾ ഇനി ഒരു നടപടിയും എടുക്കണ്ടേ? അപ്പം വനിതാ നേതാക്കളടക്കം ആവശ്യപ്പെട്ടത് എന്താണ്? വനിതകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്, ഇത്രയധികം സുരക്ഷ നൽകുന്ന മറ്റൊരു പാർട്ടിയില്ല തുടങ്ങി ഘോരം വാദിച്ച ഈ വനിതാ നേതാക്കളെ കൂടി വല്ലാതെ തോൽപ്പിച്ചു കളയുന്ന ഒരു നിലപാടാണോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ഇനി കോടതി തീരുമാനമെടുത്താൽ മാത്രമേ ഒരു തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ കഴിയൂ എന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് എല്ലാ പാർട്ടികളും. ഈ സമയത്ത് പ്രതിച്ഛായ കാത്തു സൂക്ഷിക്കുക, മുഖം രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും അത്യാവശ്യവുമാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ട് അതിലേക്ക് രണ്ടും കൽപ്പിച്ച് നീങ്ങുന്നില്ല? എന്തിന്? ആരുടെ താല്പര്യങ്ങളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് രാഹുലിനെ ഈ ഘട്ടത്തിലും സംരക്ഷിച്ചു നിർത്തുന്ന നിലപാട് കോൺഗ്രസ് എടുക്കുന്നു? ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? നമുക്കറിയാത്ത മറ്റെന്തെങ്കിലും ഉള്ളുകള്ളികൾ ഉണ്ടോ? ഇതൊക്കെയാണ് ചർച്ചയാവുന്നത്. അമൽ തേനംപറമ്പിലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.